അല്ല എനിക്ക് അല്ല ഈ വണ്ടി സാധനം സമ്മതിക്കൂല. നിങ്ങൾ തിരിച്ചു കൊണ്ടേ എന്തിനാന്ന് വിഷയല്ല. നിങ്ങൾക്ക് നിങ്ങളെ ഭാഗത്ത് ന്യായം ഉണ്ടോ വെച്ചോളി. നിങ്ങളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ വെച്ചോളി. അപ്പൊ നിങ്ങളെ ഭാഗത്ത് ന്യായക്കേടുള്ളതുകൊണ്ടല്ലെങ്കിൽ തിരിച്ചു കൊണ്ടേക്കണേ. നിങ്ങളെ ഭാഗത്ത് ന്യായക്കേടുള്ളതുകൊണ്ടല്ലെങ്കിൽ തിരിച്ചവിടെ കൊണ്ടേക്കണേ ആണോ? ഞങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ വെച്ചോളി. ആർക്കാച്ച കൊണ്ട് കൊടുത്തോളി, ഒരു പ്രശ്നമില്ല. നിങ്ങളെ ഭാഗത്ത് നിങ്ങളെ ഭാഗത്ത് അതന്നെ നിങ്ങളെ ഭാഗത്ത് ഞാൻ എന്തായാലും വെച്ചോളി. മാഷ് വന്നിട്ട് പറഞ്ഞ കുഴപ്പമില്ലാന്ന് വെച്ചോളി. ചോദിച്ചറിയാലോ, വിളിക്കണമെന്നില്ല, മാഷ് ഇവിടെ വരട്ടെ. ആ ഇതിലുള്ള സാധനങ്ങൾ ഫുള്ള് ഈ ഒരു 12 മണിക്ക് ഇതിൽ കയറ്റുമ്പോ എന്തായാലും വിചാരിക്കും. നമസ്കാരം. ദുരിതാശ്വാസ നിധി തട്ടിപ്പ് ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പാർട്ടിയെ വീണ്ടും നാണം കെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ കൂടി പുറത്തു വരികയാണ്. പാതിരാത്രി ദുരിതാശ്വാസ ക്യാമ്പിലെത്തി അരിയും മറ്റ് സാധന സാമഗ്രികളും എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ച CPMന്റെ ഒരു വനിതാ നേതാവിന്റെ വീഡിയോയാണ് ഇത്. ഇത് കണ്ട് ക്യാമ്പിലുണ്ടായിരുന്ന മറ്റുള്ളവർ തടയുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ സാധനങ്ങളെല്ലാം തിരികെ ഇവർ വയ്ക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിനെ ചൊല്ലി പലരും തർക്കങ്ങൾ ഉയർത്തി വരുന്നുണ്ട്. മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ദുരിതാശ്വാസ നിധിയെ എതിർക്കുന്നവരാണ് അധികം പേരും. ദുരന്തത്തിൽ നിന്നും കരകയറാൻ 1000 കോടിയാണ് ആദ്യഘട്ടത്തിൽ ആവശ്യമായി വരുന്നത് എന്നാണ് സർക്കാരിന്റെ കണക്ക്. എന്നാൽ ഇക്കുറി അത്രയും ഭീമമായൊരു തുക പിരിഞ്ഞു കിട്ടുന്ന കാര്യം സംശയമാണ്. ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് പിറകെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം തേടി മുഖ്യമന്ത്രി രംഗത്ത് വരികയായിരുന്നു. 3 ദിവസം മുൻപ് വരെ ദുരിതാശ്വാസ നിധിയിലേക്ക് 54 കോടി രൂപയാണ് എത്തിയിട്ടുള്ളത്. ക്രൗഡ് ഫണ്ടിംഗ് നടത്താതെ 1000 കോടി എന്ന ഭീമമായ തുകയിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്തെത്തിയപ്പോൾ തന്നെ വിമർശനമുണ്ടായി. പണം ചെലവഴിച്ചതിന്റെ കണക്കുകളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയെങ്കിലും പണം വിനിയോഗിക്കുന്നതിൽ സുതാര്യത വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ചൂണ്ടിക്കാട്ടി. ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാതെ സഹായം നേരിട്ട് നൽകാമെന്ന് പറഞ്ഞയാൾക്കെതിരെ പോലീസ് കേസെടുത്തതും ഇതിനിടെ ചർച്ചകളിൽ നിറയുകയുണ്ടായി. അല്ല ഈ വണ്ടി സാധനം സമ്മതിക്കൂല. നിങ്ങൾ തിരിച്ചു കൊണ്ടേക്കണേ എന്തിനാന്ന് വിഷയല്ല. നിങ്ങൾക്ക് നിങ്ങളെ ഭാഗത്ത് ന്യായം ഉണ്ടോ വെച്ചോളി. നിങ്ങളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ വെച്ചോളി. ആ നിങ്ങളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചോളി, ഒരു പ്രശ്നമില്ല. ആ നിങ്ങളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചോളി. ആർക്ക് കൊടുക്കാനുള്ളതാണ് നിങ്ങളെ ഭാഗത്ത് ന്യായം ഉണ്ടാവാൻ വേണ്ടി തന്നെ വെച്ചോളി. എന്താ പേടിക്കാൻ എന്തിനാ? അതല്ല, നിങ്ങളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അത് ഇവിടെ വേണ്ടി തന്നെ വെച്ചോളി. മാഷ് വന്നിട്ട് കുഴപ്പമില്ല, മാഷ് ഓർഡറിൽ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ആ അല്ല, ഇതൊന്നും ഒരു ശരിയായ നടപടിയല്ല, അത്രേ ഉള്ളു പറഞ്ഞോളൂ. ശരിയായ നടപടിയല്ല ഈ രാത്രി 12 ഒരു സാധനത്തോണ്ടൊന്നും ഉള്ള കാര്യം പറയാലോ. ഒന്നുമില്ല. ഇത് പിന്നെന്താ ഈ 12 മണിക്ക് എന്താ പരിപാടി? ഈ സ്കൂളിൽ എന്താ പരിപാടി? ആ പിന്നെ കുഴപ്പമില്ല. റിയാസ്ക്കാണ് 12 മണിക്ക് സാധനത്തില് വണ്ടിയില് കോളനിക്കാന്ന് പറഞ്ഞിട്ട് ചെയർമാൻ കൺവീനർ മാത്രം മതിയോ? അറിഞ്ഞാൽ മതി. നിങ്ങൾ ബാക്കിയുള്ളതിനൊക്കെ എല്ലാരും വിളിച്ചിരുന്നല്ലോ. ഇത് സാമ്യം നോക്കി എത്ര 11 അല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല. നിങ്ങളാ വണ്ടി തന്നെ വെച്ചോളി. നിങ്ങളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ആ സാധനങ്ങളൊക്കെ വണ്ടി തന്നെ വെച്ചോളി. ആയിക്കോട്ടെ, അതിന് ഇവിടെ വണ്ടി തന്നെ വെച്ചോളി. ആർക്കാച്ച കൊടുത്തോളി, കുഴപ്പമില്ലാന്ന്. അപ്പൊ നിങ്ങളെ ഭാഗത്ത് ന്യായക്കേടുള്ളതുകൊണ്ടല്ലെങ്കിൽ തിരിച്ചു കൊണ്ടേക്കണേ. നിങ്ങളെ ഭാഗത്ത് ന്യായക്കേടുള്ളതുകൊണ്ടല്ലെങ്കിൽ തിരിച്ചവിടെ കൊണ്ടേക്കണേ ആണോ? ഞങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ വെച്ചോളി. ആർക്കാച്ച കൊണ്ട് കൊടുത്തോളി, ഒരു പ്രശ്നമില്ല. നിങ്ങളെ ഭാഗത്ത് നിങ്ങളെ ഭാഗത്ത് അതന്നെ നിങ്ങളെ ഭാഗത്ത് ഞാൻ എന്തായാലും വെച്ചോളി. മാഷ് വന്നിട്ട് പറഞ്ഞ കുഴപ്പമില്ലാന്ന് വെച്ചോളി. ചോദിച്ചറിയാലോ, വിളിക്കണമെന്നില്ല, മാഷ് ഇവിടെ വരട്ടെ. ആ ഇതിലുള്ള സാധനങ്ങൾ ഫുള്ള് ഈ ഒരു 12 മണിക്ക് ഇതിൽ കയറ്റുമ്പോ എന്തായാലും വിചാരിക്കുക.